ആർക്കാ വിശക്കുന്നത്? ഡെയിലി ചോറും കറിയും കഴിക്കുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു മടുപ്പ് വരും അല്ലേ? അങ്ങനെ മടുപ്പ് തോന്നിയൊരു ദിവസമാണ് ഇന്ന്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്നൊരു വെറൈറ്റിക്ക് തേങ്ങാപ്പാൽ ചോറ് തന്നെ ആക്കാന്ന് കരുതി. തേങ്ങാപ്പാൽ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊഴിച്ചാൽ വേറൊരു വിധത്തിലുള്ള റിസ്കോ ഇതിനില്ല. അതുകൊണ്ട് അപ്പണ് ഞങ്ങൾ ആദ്യം കയ്യൂക്കുള്ളവരെ കൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പം അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിന്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം പട്ട, ഏലക്ക, ഗ്രാമ്പു, പെരിഞ്ചീരകം എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി പൊടിച്ചിടാം. ഗരം മസാല വേണ്ടവർക്ക് ഡയറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അതിനുശേഷം കറിവേപ്പിലയും മുളകും തക്കാളിയും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി കുറച്ചധികം ചേർക്കുന്നത് നല്ലതാണ്, കാരണം നമ്മളൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് തക്കാളി ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് തേങ്ങാപ്പാൽ എന്നുള്ള കണക്കിനാണ് നമ്മളിവിടെ പാലെടുക്കുന്നത്. പിന്നെ ആദ്യം തന്നെ കുറച്ച് തമ്പാല് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുമുണ്ട്. ഇത് മൊത്തം 2 തേങ്ങയുടെ പാലാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി കുറച്ച് ഉപ്പൂടെ ഇട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഏകദേശം തിളക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അളന്നു വെച്ചിട്ടുള്ള അരി കൂടെ ചേർക്കണം. ഇനി കുറച്ചു നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ഇതാ വെള്ളമൊക്കെ വറ്റി അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തമ്പാലും കുറച്ചധികം പുതിനയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സെറ്റ് ആവാനായിട്ട് അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ടച്ചിങ്സ് ആയിട്ട് ഒരു കുഞ്ഞു കടായും കൂടെ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഈ തേങ്ങാപ്പാൽ ചോറ് ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടാവും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.